നമ്മളാ മഴ ചെയ്തുകൊണ്ടാണ് അത്തോട്ട് കയറി, ഇല്ലെങ്കിൽ രാവിലെയായിരുന്നു. ആ മഴയുടെ വൈപ്രശ്നം ഇങ്ങോട്ട് വന്നത് അതാർക്കും ചോദിക്കാനില്ല. ഇത്രയും നേരമായിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇത്രയും നേരമായിട്ട് നിങ്ങൾ ചൂടായോണം സംസാരിച്ചില്ലല്ലോ. ഇത്രയും നേരമായിട്ട് സംസാരിച്ചില്ലല്ലോ. ആരെങ്കിലും വിളിച്ച് മര്യാദ സാമാനം കൊണ്ടുവരാൻ പറ. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. ആ മഴ വരുമ്പോൾ ഞാൻ വണ്ടി മതി. പൈപ്പർ ഇങ്ങനെ അടിക്കാണ്. ഒരു പൈപ്പ് എത്ര കിലോ ആ മഴ. ആ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു മദ്യപാനം മൂലം ആരൊക്കെ അപകടത്തിലാവുമായിരുന്നു? നിങ്ങൾ മദ്യപിച്ചു, നമ്മളെല്ലാരും മദ്യപിക്കാറുണ്ട്. പക്ഷേ ഒരു സംഭവം നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? വണ്ടി ഓടിക്കാറില്ല നമ്മളാരും. രണ്ട് പക്ക് കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. രണ്ട് പക്ക് അല്ലെന്നാണ് തോന്നുന്നത്. രണ്ട് പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ കൂടെ ഇതെല്ലാം കണ്ട് ഇത് ഓടിച്ചു വന്നു. എനിക്ക് എന്തോ ഇതായിപ്പോയി. നിങ്ങളെ കൂടെ ആരുണ്ടായിരുന്നേ? ആരുമില്ല, ഞാനേ ഉള്ള ഒറ്റയ്ക്കുള്ളായിരുന്നു. അല്ല, നമ്മളെ മഴ പെയ്തുകൊണ്ട് അങ്ങോട്ട് മാറിയതാണ്, അതുകൊണ്ടാണ് ഭാഗ്യം. ഇല്ലെങ്കിൽ പുള്ളി നമ്മളെ ഇടിച്ചേർപ്പിച്ചാണ്. നമസ്കാരം, ഇത് ആറ്റിങ്ങൽ കുഴിമുക്കാണ്. ഇവിടെ നിങ്ങൾ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഈ ഒരു ആരവ് ആരുഷ് വണ്ടി നമ്പർ AL 21D 2478. ഈ വണ്ടിയിൽ വന്ന ആൾ മദ്യപിച്ച് മതോത്പത്തനായിരുന്നു. അദ്ദേഹം ഒരു ആക്റ്റീവ സ്കൂട്ടറിനെ ഇടിച്ച് മതിലിനോട് ചേർത്തു. ഇപ്പോഴും അദ്ദേഹത്തിന് ബോധമില്ല. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു പക്ഷേ ആ ഒരു ആക്റ്റീവയ്ക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായാണ്. ഈ മഴ പെയ്തത് കാരണം ആക്റ്റീവ സൈഡിൽ ഒതുക്കിയിട്ട് അവർ അപ്പുറത്തെ വീട്ടിലേക്ക് കയറി എന്ന സമയത്താണ് ഈ ഒരു ആക്സിഡൻറ്റ് നടന്നത്. ഒരു ആക്റ്റീവയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഒരു മതിലൊക്കെ ഇടിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയായി. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇത് കണ്ടോ, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോയി. ഒരു പക്ഷേ ഈ വണ്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഞാൻ പറയുകയാണ്, കാരണം അവർ മഴ കാരണം ജസ്റ്റ് അപ്പുറത്ത് ആ ഒരു ഈ ഒരു സൈഡിലേക്ക് കയറി നിന്നുകൊണ്ട് മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. കാരണം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് എന്താ പറയുക, ഒന്നും അറിയില്ല. കാരണം അവരെങ്ങനെ പോകുന്നോ, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത്. കാരണം മദ്യപിച്ച് വണ്ടി ഓടിക്കലെന്ന് പറയാൻ കാരണം ഈ ഒരു അവസ്ഥ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ള അവസ്ഥ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ഇത്രയും ഭീകര ഒരു ആക്സിഡൻറ്റ് നടന്നു ഇവിടെ. ആ ഒരു ആക്റ്റീവ ഫുള്ളായിട്ട് പോയത്. ഇപ്പോഴും പുള്ളിക്ക് ഒരു സ്ഥിരബോധം വന്നിട്ടില്ല. പുള്ളിക്ക് വന്നിട്ടില്ല. ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അവരെ വിളി പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ഭീകരമായിട്ടൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ആളില്ലാത്തതുകൊണ്ട് മാത്രം, ഈ വണ്ടിയിൽ ആ മഴ പെയ്തുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. അവരപ്പുറത്തേക്ക് കയറി നിന്നുകൊണ്ട് ആ ഒരു കുടക്കയിൽ കയറി നിന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഈ ഒരു അവസ്ഥയായി. ഇപ്പോഴും അയാൾക്ക് ബോധം വന്നിട്ടില്ല. ഞങ്ങൾ അയാളെ ഷൂട്ട് ചെയ്തു, അയാൾക്ക് ബോധം വന്നിട്ടില്ല. അയാൾ ആരെയൊക്കെ വിളിക്കാൻ പറയുന്നത്, അതിൽ ADK ഫോൺ എടുക്കുന്നു, അവരെ അങ്ങോട്ട് ഓട്ടോ വിളിച്ച് തരാനൊക്കെ പറയുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഈ വണ്ടി വിട്ടുകൊടുക്കില്ല, ഈ കാറ് വിട്ടുകൊടുക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചൂടായിട്ട് ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കില്ല. ഇങ്ങോട്ട് ആട്ടോ വരാനായിട്ട് ആംബുലൻസുകാർ വിളിക്കുന്ന ആട്ടോ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. 1.5 കിലോമീറ്റർ ഉണ്ട്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തോട്ടവരം അടുത്തല്ലേ? ഒരു വണ്ടി അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് ഇട്ട് കൊടുക്കാമെങ്കിൽ ചെല്ലാനുള്ള പറയണം. എന്ത് ചെയ്യാൻ? അല്ല, ഇയാള് ചെയ്തിട്ട് വണ്ടി ശരിയായി ഞാൻ കൊടുക്കാം, അതുപോലെ ചേട്ടാ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞൂടാ മീഡിയയിൽ ആ വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പൊ തട്ടി അതല്ലേ സംഗതി. ഇത് ഞാൻ പറയണം, ഞാൻ വണ്ടി ശരിയാക്കണം. എത്ര ഇതായിട്ട് പറയണത് കൊടുക്കാം. വണ്ടിയിലെ അങ്ങ് വരാനായിട്ട് ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് അങ്ങനെ ആര് വരും? ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് തോട്ടവരം അങ്ങ് വരാനായിട്ട്? എത്ര കിലോമീറ്റർ ഉണ്ട്? ആട്ടോ ഒന്നും കിട്ടില്ലേ? അല്ല, നമ്മളെ മഴ പെയ്തുകൊണ്ട് അങ്ങോട്ട് മാറിയതാണ്, അതുകൊണ്ടാണ് ഭാഗ്യം. ഇല്ലെങ്കിൽ പുള്ളി നമ്മളെ ഇടിച്ചേർപ്പിച്ചാണ്. എന്താ സംഭവിച്ചെന്താ? പുള്ളി ലെക്കിട്ട് വരെയായിരുന്നു. അതെ 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 അതെ. എന്നിട്ട് ആ സ്കൂട്ടറിനെ ഇടിച്ച് ഓടയാക്കിയല്ലേ? സ്കൂട്ടർ ഇടിച്ചങ്ങ് മതിൽ ചേർത്തായി. നിങ്ങളില്ലാത്ത ഭാഗ്യമായല്ലേ? അതെ അതെ. നിനക്ക് ഈ വണ്ടി ശരിയാക്കി കൊണ്ടുവന്നാൽ നീ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വിശ്വാസമില്ല. നമുക്ക് വിശ്വാസത്തിന് നീ എന്ത് ചെയ്യും?
ചേട്ടാ എവിടെ ഏട്ടാ സ്ഥലം എവിടെ ഏട്ടാ? നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ നാട്ടുകാരുണ്ടോ? ഞാനിവിടെ നമ്മൾ ജോലിക്ക് വന്നതാണ്. അല്ല ചേട്ടാ ഈ സ്ഥലത്തുള്ളതല്ലേ? അല്ലല്ല ഇവിടെ ഉള്ളത് കഴിച്ച് 2 പങ്ക് കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ 2 പങ്ക് അല്ലെന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി ചേട്ടാ നിങ്ങൾ എങ്ങനെയാ ഈ വണ്ടി അടിച്ചു വിളിക്കുന്നത്? മഴയാണ് സമയം 8 മണി 8:30 മണിക്കായിരുന്നു മഴ ഇവിടെ വന്ന് സംഗതി അത് ഞാൻ സംഗതി വായ്പയുടെ കേൾക്കാൻ പറ്റിയ സംഗതി 2 പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ കൂടെ വെച്ചാൽ ഇതെല്ലാം കണ്ട് ഇത് ഓടിച്ചു വന്നു. എനിക്ക് എന്തോ ഇതായിപ്പോയി. നിങ്ങളെ കൂടെ ആരുണ്ടായിരുന്നേ? ആരുമില്ല, ഞാനേ ഉള്ള ഒറ്റയ്ക്കുള്ളായിരുന്നു. തോട്ടടുത്തുള്ളത് താമസിക്കുന്നത്? വീരഭദ്ര ക്ഷേത്രം. വീരഭദ്ര ക്ഷേത്രം. വീട് വരെ എല്ലാ തരം ആരെങ്കിലും ഒരു കാര്യം ഇയാളുടെ വീട് വരെ ഒന്ന് പോകും. വേറൊരു വണ്ടി കയറി പോകും. ഇല്ല അതറിയാമോ? നിനക്ക് വണ്ടി ശരിയാക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അതിൽക്കൂടെ എന്തെങ്കിലും ഉണ്ടാ ചേട്ടാ? വാക്കാല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന്റെ ചെക്ക് രാവിലെ പറഞ്ഞ ആദ്യം ചെക്ക് നീ എന്റെ വണ്ടിനെ ആ ചെക്ക് ചേട്ടാ ഒരു സെക്കൻഡ് ചേട്ടാ നിങ്ങളുടെ ഈ ഒരു അബദ്ധം, ആ വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പറ. ആ വണ്ടിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു മദ്യപാനം മൂലം ആരൊക്കെ അപകടത്തിലാവുമായിരുന്നു? നിങ്ങൾ മദ്യപിച്ചു, നമ്മളെല്ലാവരും മദ്യപിക്കാറുണ്ട്. പക്ഷേ ഒരു സംഭവം വണ്ടി ഓടിക്കാറില്ല നമ്മളാരും. എല്ലാവരും മദ്യപിക്കാറുണ്ട്. പക്ഷെ മദ്യപിച്ച് നിങ്ങൾ പറയാൻ പറ്റില്ല. അതല്ലേ ഞാൻ നടന്നിട്ട് നിന്നെ ഇത്രയും നേരം വരെ ആരും ഒരു ഇച്ചി പോലെ പറഞ്ഞില്ല. മാന്യമായിട്ടാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ മഴ വരുമ്പോൾ ഞാൻ തന്തി മതി പൈപ്പർ ഇങ്ങനെ അടിക്കണം. ഒരു പൈപ്പ് എത്ര കിലോ ആ മഴ അല്ല ആ പിള്ളേർ കയറുന്നത് തെറ്റാണ്. പിള്ളേരെ അടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താ? വയസ്സിലല്ലോ. ആ ജീവനക്കാരും പലരും നിങ്ങൾക്ക് കൊണ്ടുപോക്കോ? ആ ജീവനക്കാരും പലരും നിങ്ങൾക്ക് കൊണ്ടുപോക്കോ? ഒക്കോ? നിങ്ങൾ പോയി. ആ നല്ലത്. എനിക്കൊന്നും പറയല്ല. ആ വണ്ടി ഞാൻ ശരിയാക്കി തരാം, അത്രയും ഞാൻ പറയാറുള്ളൂ. ശരിയായി തരാം. എനിക്ക് ഉറപ്പിന് എന്തെങ്കിലും എടുത്തോണ്ട് വാ. കേറി. എവിടെ കേറാൻ? നീ പോയി വിളി, ആരെങ്കിലും വിളി. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് വരാൻ പറ. വീട്ടിൽ നിന്ന് ആരോട്? 1 മണിക്കൂറല്ലേ വിളിക്കാൻ? എത്ര സമയമായി പറഞ്ഞിട്ട്? 1.5 മണിക്കൂറായി. ഇത്രയും നേരമായിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല ഇത്രയും നേരമായിട്ട് നിങ്ങൾ ചൂടായി ഒന്നും സംസാരിച്ചില്ലല്ലോ. ഇത്രയും നേരമായിട്ട് സംസാരിച്ചില്ലല്ലോ. ആരെങ്കിലും വിളിച്ച് മര്യാദ സാമാനം കൊണ്ടുവരാൻ പറ. കുറെ നേരോട്ട് ഒറ്റക്കിറങ്ങും. ചേട്ടാ നിങ്ങൾ ചെയ്ത തെറ്റ് അതൊരു പരിഹാരമാണെങ്കിൽ ഇപ്പോൾ സ്റ്റേഷൻ വിളിച്ചാൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് അടുത്ത മെഡിക്കലൊക്കെ എടുത്തിട്ട് പിന്നെ ആ സീനാവും. ഇപ്പം നാട്ടുകാർ നിങ്ങളെ അടിക്കണമില്ല, സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. 1.5 മണിക്കൂർ ഇത്രയും നേരമായിട്ട് പുള്ളിയുടെ അടുത്ത് സമാധാനമായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല ഞാൻ പറയണത് എനിക്ക് ചാർജ് ചെയ്തിട്ട് ഞാൻ ഇതാക്കി തരാം. ചാവി എന്തിന്? വിളി, വീട്ടിൽ വിളിച്ചിട്ട് നിങ്ങളെ സുഹൃത്തുക്കൾ ആരുമില്ലേ? വിളിക്കേ. എനിക്ക് ആരുമില്ല. നിങ്ങൾ ഇത്ര നല്ല കാറൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ആരും ഇല്ല ചേട്ടാ? അല്ല ഇയാൾക്ക് എന്തോ ഭാഗ്യമുണ്ട്. കാരണം ആ വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഇയാളിപ്പോൾ ജയിലിനകത്താവൂലേ? നമ്മളാ മഴ ചെയ്തുകൊണ്ടാണ് അകത്തോട്ട് കയറി, ഇല്ലെങ്കിൽ ചാവൂലായിരുന്നു. ആ മഴയുടെ വൈപ്പ് പ്രശ്നം ഇങ്ങോട്ട് വന്നത് അതാർക്കും ചോദിക്കാനില്ല. അതാണ് കാര്യം. വൈപ്പർ ഓടി ഇതാക്കാൻ അറിയാം ആൾക്കാരുണ്ട്. വിളിച്ചില്ലേ ഇതുവരെ? വൈഫ് എടുത്താൽ